ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ശിവയാണെങ്കിൽ NGK മീഡിയയിലൂടെ ലക്ഷ്മിയുടെ തിരോധാനത്തെപ്പറ്റി പറയുമ്പോൾ വസുന്ധര വല്ലാണ്ട് വിഷമിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. എൻ്റെ ലക്ഷ്മിയുടെ ആത്മാവിന് ഇനിയെങ്കിലും നീതി ലഭിക്കും, അത് ഞാൻ വഴിയായത് വിധിയുടെ നിയോഗമായിരിക്കുമെന്നൊക്കെ ധനപാലനോട് വസുന്ധര വലിയ വിഷമത്തോടെ പറയുന്നുണ്ട്. അന്നേരം ധനപാലൻ പറയുന്നുണ്ട്, പോലീസിന് പോലും അറിയാത്ത ഈ വിവരങ്ങളെല്ലാം രാജ്കുമാറിന് എങ്ങനെ ലഭിച്ചു അന്ന് പറയുമ്പം വസുന്ധര പറയുന്നുണ്ട്, പോലീസ് അതിന് അന്വേഷിക്കാനല്ലല്ലോ, രഹസ്യങ്ങൾ മറച്ചു വെച്ച് വിക്രമനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാനല്ലേ നോക്കിയതെന്നൊക്കെ വസുന്ധര പറയുന്നുണ്ട്. ഈ വിവരം രാജ്കുമാറിന് എങ്ങനെ ലഭിച്ചാലും വീണ്ടും ചർച്ച ചെയ്യപ്പെടുന്നത് ദൈവത്തിൻ്റെ നിയോഗമാണെന്നൊക്കെ വസുന്ധര വല്ലാണ്ട് ഫീൽ ചെയ്ത് പറയുന്നുണ്ട്. ധനപാല അന്നേരം പറയുന്നുണ്ട്, ലക്ഷ്മിക്ക് എന്തൊക്കെയോ പറയാനുണ്ട്, വർഷയിലൂടെയും ശിവയിലൂടെയും അത് പറയാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറയുമ്പം വസുന്ധര പറയുന്നുണ്ട്, ശിവ ലക്ഷ്മിയുടെ വിവരം വാർത്തയാക്കുന്ന കാര്യം എന്നോട് പറഞ്ഞിരുന്നില്ലല്ലോ എന്ന് പറയുമ്പം ധനപാലൻ പറയുന്നുണ്ട്, അതിന് ലക്ഷ്മി നിന്റെ കൂട്ടുകാരിയാണെന്ന് ശിവയ്ക്കറിയില്ലല്ലോ, അതായിരിക്കും കാരണം. അത് ശരിയാണ്, പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ ശിവമോൾക്ക് എൻ്റെ കയ്യിലുള്ള ലക്ഷ്മിയുടെ ഫോട്ടോ കൊടുത്താനേ അന്ന് പറയുമ്പോൾ ധനപാലൻ പറയുന്നുണ്ട്, അത് ഇനിയും ആകാമല്ലോ, വാർത്തകൾക്ക് തുടർച്ച വേണമെന്നല്ലേ പറയുന്നത്. അന്നേരം വസുന്ധര പറയുന്നുണ്ട്, അതെ, ഇത് വെറും വാർത്തയായി മാത്രം കെട്ടടങ്ങാൻ പാടില്ല, വാർത്തയ്ക്ക് തുടർച്ച വേണമെന്നും പറഞ്ഞ് വസുന്ധര ചാടി എണീറ്റ് എൻ്റെ കയ്യിലുള്ള ഫോട്ടോ ഇപ്പം തന്നെ ശിവമോൾക്ക് കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് ഫോട്ടോ എടുക്കാനായിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് വർഷ അമ്മയോട് താൻ ചെയ്ത ഓരോ കാര്യങ്ങൾ പറയുന്നതായിട്ടാണ്. അന്നേരം അഞ്ജു അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അഞ്ജു പറയുന്നുണ്ട്, താനിവിടെ അമ്മയോട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ, താൻ അങ്ങോട്ട് വാടോ എന്ന് പറയുന്നു. അപ്പം വർഷ പറയുന്നുണ്ട്, ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് വിവേക് അവിടെ കാണുമെന്ന് കരുതിയിട്ടാണെന്ന് പറയുമ്പോൾ അഞ്ജു പറയുന്നുണ്ട്, വിവേക് ഇന്ന് അവിടെ ഇല്ല, കാർ എടുത്ത് എങ്ങോ പോയി, അതുകൊണ്ട് താൻ ധൈര്യമായിട്ട് ഇറങ്ങി വാടോ എന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് വിക്രമൻ പഴയ കേസ് ഡയറിയൊക്കെ എടുത്തിട്ട് അതിൽ നിന്നും ലക്ഷ്മിയുടെ ഫോട്ടോ എടുത്തിട്ട് പറയുന്നുണ്ട്, കൊന്നിട്ടില്ല ഞാൻ, അതിനു മുമ്പേ അമ്പനാട്ട ചോരയും വയറ്റിലിട്ട് നീ എങ്ങോ കടന്നു കളഞ്ഞ്, ഇപ്പം ഈ വാർത്ത ഉയർന്നു വന്നതിന് പിന്നിൽ നീയും നിന്റെ സന്തതിയുമാണോ എന്നൊക്കെ ഫോട്ടോയിൽ നോക്കി പറയുന്നതായിട്ടാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് അഭിരാമിയും അഞ്ജുവൊക്കെ പറയുന്നുണ്ട്, എൻ്റെ ഫോണിൽ മീഡിയയുടെ ഫാൻസിൻ്റെ ബഹളമാണ്, ഫോൺ ഹാങ് ആവുമെന്നാണ് തോന്നുന്നതെന്നൊക്കെ അഭിരാമി പറയുന്നുണ്ട്. അന്നേരം അഞ്ജു വർഷയോട് ചോദിക്കുന്നുണ്ട്, തന്നെ ആരും വിളിക്കുന്നില്ലയോ എന്ന് ചോദിക്കുമ്പം വർഷ പറയുന്നുണ്ട്, എൻ്റെ ഓഫീസിലെ കുറച്ച് പേർക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്, അവർക്കെല്ലാം അറിയേണ്ടത് ആ ലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീ ആരായിരിക്കുമെന്നാണ്. അന്നേരം ശിവ പറയുന്നുണ്ട്, എല്ലാവർക്കും അറിയേണ്ടത് അവരാരാണെന്നാണ്. പക്ഷേ ആ കേസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും അന്വേഷിച്ചിട്ട് കിട്ടിയില്ലെന്ന് ശിവ പറയുന്നുണ്ട്. അന്നേരം ധനപാലൻ അങ്ങോട്ട് വന്നിട്ട് ശിവയോട് പറയുന്നുണ്ട്, വർഷമോള് കൊണ്ടുവന്ന എവിഡൻസിൽ ലക്ഷ്മിയുടെ കാര്യമുണ്ടെന്ന് മോൾ എന്താ മുന്നേ പറയാഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ ശിവ ചോദിക്കുന്നുണ്ട്, അതിന് ലക്ഷ്മിയെപ്പറ്റി അങ്കിളിന് അറിയാമോ എന്ന് ചോദിക്കുമ്പോൾ ധനപാലൻ പറയുന്നുണ്ട്, ഈ പറയുന്ന ലക്ഷ്മി വസുന്ധരയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. മാത്രമല്ല വസുവും വിക്രമനും തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ ഏറ്റവും വലിയ കാരണം ഈ ലക്ഷ്മിയുടെ മിസ്സിംഗ് കേസാണെന്ന് ധനപാലൻ എല്ലാവരോടുമായിട്ട് പറയുന്നുണ്ട്. ലക്ഷ്മിയുടെ മർഡർ കേസ് CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വസുന്ധര കോടതി വരെ പോയിട്ടുള്ളതാണ്, പക്ഷെ ഒരു ഫലവും ഉണ്ടായിട്ടില്ലെന്നൊക്കെ പറയുമ്പോൾ ശിവ പറയുന്നുണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ആൻറ്റിയുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് അടുത്തൊരു വാർത്തയാക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ലക്ഷ്മിയുടെ ഒരു ഫോട്ടോ വസുന്ധരയുടെ കയ്യിലുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വസുന്ധര ആ ഫോട്ടോ അവിടെ കൊണ്ടുവന്ന് എല്ലാവരെയും കാണിക്കുന്നുണ്ട്. വസുന്ധരയ്ക്ക് ലക്ഷ്മി ഒരു സുഹൃത്ത് മാത്രമായിരുന്നില്ല, ഒരു കൂടപ്പിറപ്പിനെ പോലെയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ ഫോട്ടോ കാണിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ട് വലിയ പ്രയോജനമില്ലെന്ന് ശിവ പറയുന്നുണ്ട്. കോടതിയിൽ പോയതിൻ്റെ വിവരങ്ങളുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് പറയുമ്പം വസുന്ധര പറയുന്നുണ്ട്, പോലീസ് FIR ഉൾപ്പെടെ എല്ലാം എൻ്റെ കയ്യിലുണ്ട്, അത് ഞാൻ വൈകുന്നേരം തരാമെന്ന് പറഞ്ഞ് പോകുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ അഭിരാമിയുടെ വക്കീല് ലക്ഷ്മിയുടെ മർഡർ കേസ് എങ്ങനെയെങ്കിലും തങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി അഭിരാമിയെ എങ്ങനെയെങ്കിലും അസിസ്റ്റന്റിനെ കൊണ്ട് വിളിപ്പിക്കുന്നുണ്ട്. കേസ് തങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയാണ് അഭിരാമിയെ വിളിക്കുന്നതെന്ന് അറിയുമ്പോൾ അസിസ്റ്റന്റ് പറയുന്നുണ്ട്, സാറ് വാദിച്ച ഒരു കേസും ഇന്നുവരെ ജയിച്ചിട്ടില്ലെന്ന് അഭിരാമി എന്തായാലും ശിവനന്ദയോട് പറഞ്ഞു കാണുമെന്ന് പറയുന്നതായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. രാഘവനെ വീണ്ടും കോടതി റിമാൻഡ് ചെയ്തതറിഞ്ഞ് വക്കീലിനോട് ചൂടാവുന്ന സമയത്ത് വക്കീൽ പറയുന്നുണ്ട്, ഇപ്പോൾ നാട് മൊത്തത്തിൽ ചർച്ച ചെയ്യുന്നത് വിക്രമൻ്റെ കാര്യമാണ്, അതിൻ്റെ ഇടയ്ക്കാണ് ഒരു രാഘവനെ രക്ഷിക്കണമെങ്കിൽ ഇനി ശിവനന്ദയും രാജ്കുമാറിന് ശ്രമിച്ചാൽ മാത്രമേ സാധിക്കൂ എന്ന് പറയുമ്പോൾ
രാഘവനെ രക്ഷിക്കാൻ ഞാൻ ആരോടൊപ്പം ചേരാനും സമ്മതമാണ്. ഈ രാജ്കുമാറും ശിവനന്ദയും ആരാണെന്ന് ചോദിക്കുമ്പോൾ വക്കീൽ പറയുന്നുണ്ട്, രാജ്കുമാർ ആരാണെന്ന് എനിക്കറിയില്ല, ശിവനന്ദയെ ഇപ്പം കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ശിവനന്ദയുടെ NGK മീഡിയയിൽ ഒരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ശിവയെ വിളിക്കാനായിട്ട് വിവേക് വീട്ടിലേക്ക് എത്തുമ്പോൾ ശിവ വന്ന് വാതിൽ തുറക്കുമ്പോൾ അഭിരാമിയും അഞ്ജുവിനെയും കണ്ടിട്ട് വിവേക് ചോദിക്കുന്നുണ്ട്, നാലാമത്തെ പെൺകുട്ടി എന്തിയെന്ന്. അന്നേരം ശിവയും അഞ്ജുവും അഭിരാമിയും ചേർന്ന് പല അസുഖങ്ങളായിട്ടാണ് പറയുന്നത്. ഒരാൾ വയറുവേദന, ഒരാൾ തലവേദന, ഒരാൾ നെഞ്ചുവേദന, ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ വിവേകിന് ചിരി വരുന്നുണ്ട്. ഇത്രയും വലിയ അസുഖമാണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് ആ കുട്ടിയെ എങ്ങനെയെങ്കിലും ആശുപത്രിയിൽ എത്തിക്കാമെന്ന് പറയുമ്പം കുഴപ്പമില്ല, അവൾ റെസ്റ്റ് എടുത്താൽ മാറുമെന്ന് അഞ്ജു പറയുന്നുണ്ട്. വിവേക് എന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിക്കുമ്പോൾ വിവേക് പറയുന്നുണ്ട്, ശിവയെ അമ്മ തിരക്കുന്നുണ്ട്, അത് പറയാനായിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. അന്നേരം ശിവ പറയുന്നുണ്ട്, ഞാൻ റെഡിയായിട്ട് അങ്ങോട്ട് വന്നേക്കാം, വിവേക് പൊക്കോന്ന് പറയുമ്പം പറയുന്നുണ്ട്, ഞാൻ താൻ റെഡിയാവുന്ന സമയത്ത് ഇവരോട് ഇരുന്ന് വർത്തമാനം പറയാമെന്ന് പറയുമ്പം അഞ്ജു പറയുന്നുണ്ട്, വേണമെന്നില്ല, ഞങ്ങൾക്ക് നല്ല ക്ഷീണമുണ്ട്, നല്ല തലവേദനയുണ്ട്, അതുകൊണ്ട് വിവേക് ഇപ്പം തൽക്കാലം പൊക്കോ എന്ന് പറയുന്നത് കേട്ട് വിവേക് തിരിച്ചു പറയുന്നുണ്ട്, എന്നാൽ തലവേദനയാണെങ്കിൽ നിങ്ങൾ വേഗം പോയി റെസ്റ്റ് എടുത്തോ, അല്ലെങ്കിൽ പിന്നെ തലവേദന, പിന്നെ വയറുവേദനയാകും, നെഞ്ചുവേദനയാകും എന്നൊക്കെ പറഞ്ഞ് തിരിച്ചൊന്ന് വിവേക് എല്ലാവരെയും ഒന്ന് വാരിയിട്ടാണ് പോകുന്നത്. വിവേകുമായി കുറച്ചു നേരം വർത്തമാനം പറയാൻ സാധിക്കാത്ത വിഷമത്തിൽ അഭിരാമി പറയുന്നുണ്ട്, വിവേകേട്ടനുമായിട്ട് കുറച്ചു നേരം സ്പെൻഡ് ചെയ്യാൻ കഴിയുന്നില്ലല്ലോ, അത്തിപ്പഴം പഴുത്തപ്പോൾ കാക്കയ്ക്ക് വായി പുണ്ണ് എന്ന് പറഞ്ഞ അവസ്ഥയാണല്ലോ എന്ന് പറയുമ്പോൾ വർഷ പറയുന്നുണ്ട്, അത്തിപ്പഴം പഴുത്തതല്ല പുഴുത്തതാ, അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടുന്ന് മാറിക്കോളാം എന്ന് വർഷ പറയുന്ന ഇത് കേൾക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട്, അങ്ങനെയല്ലടോ. അഭിരാമി അന്നേരം പറയുന്നുണ്ട്, ചങ്കിക്കൊള്ളുന്ന വർത്തമാനം ഇങ്ങനെയൊന്നും പറയല്ലേ. അന്നേരം വർഷ പറയുന്നുണ്ട്, എനിക്ക് ഈ ടെൻഷൻ താങ്ങാൻ വയ്യ, ഒന്നി ഇതിനൊരു പരിഹാരം വേണം, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഇറങ്ങി ഓടും എന്നൊക്കെ വർഷ പറഞ്ഞുകൊണ്ട് അകത്തോട്ട് പോകുന്നുണ്ട്. ഈ സമയത്താണെങ്കിൽ ശർമിളയും രാഹുലും ശിവനന്ദയുടെ NGK മീഡിയയിലെ വാർത്ത TV-യിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഹരിത അത് കണ്ടുകൊണ്ട് വരികയും ഹരിത വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ട് ദേഷ്യത്തിൽ വന്ന് റിമോട്ട് എടുത്ത് TV ഓഫാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്കിളിനോടുള്ള പക തീർക്കാനായി എൻ്റെ അങ്കിളിൻ്റെയൊക്കെ പേര് അവൾ ഇതിൽ വലിച്ചഴിച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് ശർമിളയ്ക്ക് ദേഷ്യം വരികയും ശർമിള ഹരിതയോട് പറയുന്നുണ്ട്, എൻ്റെ മകളെപ്പറ്റി നീ എന്തൊക്കെയാണ് ഈ വിളിച്ചു പറയുന്നത്, എൻ്റെ മകൾ അന്തസ്സായിട്ട് ജോലി ചെയ്താണ് ജീവിക്കുന്നത്, ഈ രാഹുലിന് വേണ്ടെന്ന് പറഞ്ഞിട്ടും ഈ രാഹുലിൻ്റെ പിറകെ നടക്കുന്ന നിനക്കാണ് ഇതുപോലുള്ള പേരുകൾ ചേരുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശർമിള തിരിച്ച് ദേഷ്യപ്പെടുന്നുണ്ട്. അന്നേരം ഹരിത പറയുന്നുണ്ട്, മകൾ വിളിച്ചു പറയുന്ന കള്ളങ്ങൾ കേട്ട് നിങ്ങൾക്കിപ്പോൾ അഹങ്കാരം വന്നോന്ന് ശർമിളയോട് ചോദിക്കുമ്പോൾ ശർമിള പറയുന്നുണ്ട്, എന്ത് കള്ളമാണ് എൻ്റെ മോള് പറഞ്ഞതെന്ന് നീ പറയണം, എൻ്റെ മോള് പറഞ്ഞതെല്ലാം സത്യം തന്നെയല്ലേ, നമ്മുടെ പേരിലെല്ലാം ഒരുപാട് സ്വത്തുക്കൾ മേടിച്ചു കൂട്ടിയിട്ടില്ലേ, അതിലെന്താണ് കള്ളമെന്ന് ചോദിക്കുമ്പോൾ രാഹുൽ പറയുന്നുണ്ട്, ഈ സമയത്ത് നിങ്ങൾ തർക്കിക്കാതിരിക്കണം. ആ സമയത്ത് ഹരിതയ്ക്ക് ദേഷ്യം കയറിയിട്ട് പറയുന്നുണ്ട്, ശർമിളയോ രാഹുലോ ആയിരിക്കും ഈ രാജ്കുമാർ, ഇവിടുന്ന് തെളിവുകളെല്ലാം ചോർത്തി കൊടുക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരോടും ദേഷ്യപ്പെടുമ്പോൾ ശർമിളയ്ക്കും രാഹുലിനും നല്ലതുപോലെ ഹരിതയോട് ദേഷ്യം വരുന്നുണ്ട്. എന്നിട്ട് ഹരിത പറയുന്നുണ്ട്, ആൻറ്റിയും നമ്മളെല്ലാവരും ചേർന്ന് ഒരു പത്രസമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് ശിവനന്ദ പറഞ്ഞ കാര്യങ്ങളെല്ലാം കള്ളമാണെന്ന് പറയുമ്പോൾ അത് കേട്ടുകൊണ്ടുവരുന്ന വിക്രമൻ പറയുന്നുണ്ട്, അതിലൊന്നും ഒരു കാര്യമില്ല മോളെ എന്ന്. മീഡിയയുടെ മുമ്പിലോട്ട് നിങ്ങളിപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ അവരെല്ലാവരും കൂടി നിങ്ങളെ വലിച്ചു കീറും, അതുകൊണ്ട് അതൊന്നും വേണ്ട എന്ന് വിക്രമൻ പറയുന്നുണ്ട്. അതിലും നല്ലതൊന്നും മിണ്ടാതിരിക്കുന്നതാണെന്ന് വിക്രമൻ പറയുന്നുണ്ട്. പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും കുറച്ച് ദിവസത്തേക്ക് പുറത്തിറങ്ങിയേ വേണ്ടെന്ന് വിക്രമ എല്ലാവരോടുമായിട്ട് പറയുമ്പോൾ രാഹുൽ ചോദിക്കുന്നുണ്ട്, ഈ വാർത്തയൊക്കെ വന്നുകൊണ്ട് ഡാഡിക്ക് പൊളിറ്റിക്കൽ പ്രഷർ ഉണ്ടാകുമല്ലയോ എന്ന് ചോദിക്കുമ്പം പറയുന്നുണ്ട്, പാർട്ടിക്കകത്ത് തന്നെ എന്നെ പുറത്താക്കാൻ ഉള്ള ചരടുവലികൾ തുടങ്ങിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് വിക്രമ ഓരോന്നും ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി അടുത്ത ന്യൂസും കൂടി പുറത്തു വരാതെ നോക്കണമെന്ന് വിക്രമൻ പറയുന്ന സമയത്ത് ശർമിള പറയുന്നുണ്ട്, ഏട്ടൻ എന്ത് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല, അതിൻ്റെ പേരിൽ എൻ്റെ ശിവയെ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പം അത് ഹരിതയ്ക്ക് കേൾക്കുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ട് രസിക്കുന്നില്ല. അവൾ ഇത്രയെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടും നിങ്ങൾക്കിപ്പോഴും സെൻറ്റിമെൻറ്റ്സ് അവിടെ ആണോ എന്ന് ചോദിച്ചു ഹരിത ശർമിളയോട് ദേഷ്യപ്പെടുമ്പോൾ വിക്രമൻ ഇടപെട്ട് അത് സോൾവ് ആക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ചാനൽ സപ്പോർട്ട് ചെയ്യണേ കൂട്ടുകാരെ.